Welcome back to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kutia. This is the sixth lecture of Introduction to Information Technology, topic Generations in Communication. Simply, the G stands for generation. While you connected to internet, the speed of your internet depends upon the signal strength that has been shown in alphabets like 2G, 3G, 4G, etc. right next to the signal bar on your home screen. Each generation is defined as a set of telephone network standards which detail the technology implementation of a particular mobile phone system. അതായത് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേഷൻ. ജി സ്റ്റാൻഡ്സ് ഫോർ ജനറേഷൻ. നമ്മളെന്താണ് ഒരു ഇൻ്റർനെറ്റുമായിട്ട് നമ്മുടെ ഫോൺ കണക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഫോണിൻ്റെ സ്പീഡെന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സിഗ്നൽ സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ആ സ്പീഡ് നിർണ്ണയിക്കാൻ പറ്റുന്നത്. അപ്പം ആ സിഗ്നലിൻ്റെ സ്പീഡെന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? നമുക്ക് കാണാം നമ്മളുടെ ഹോം സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ സിഗ്നൽ ബാറിൻ്റെ തൊട്ടടുത്തായിട്ട് 2G, 3G, 4G ഇങ്ങനെ എന്തായിരിക്കും എഴുതി കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഓരോ ടെക്നോളജിയുടെ ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓരോ ജനറേഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ജി എന്ന് പറഞ്ഞാൽ ജനറേഷൻ. ഈ ഓരോ ജനറേഷൻ്റെയും ബേസിലായിരിക്കും നമുക്ക് ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഓരോ ജനറേഷനെയും ഡിഫൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ്റെ ബേസിലായിരിക്കും ഇതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. The speed increases and the technology used to achieve that speed also changes. For example, 1G offers 2.4 kbps, 2G offers 64 kbps and is based on GSM. 3G offers 144 kbps, 2 mbps, whereas 4G offers 100 mbps to 1 gbps and is based on the LTE technology. ഓരോ ജനറേഷനും കഴിയുമ്പോഴും അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. The aim of wireless communication is to provide high quality, reliable communication, just like wired communication, that is optical fiber. And each new generation of services represents a big step in that direction. അപ്പം വയർലെസ് കമ്മ്യൂണിക്കേഷനായ നമ്മുടെ മൊബൈൽ ഫോൺസിൻ്റെയൊക്കെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഹൈ ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ 1G, ദാറ്റ് മീൻസ് ഫസ്റ്റ് ജനറേഷൻ. 1G refers to the first generation of wireless mobile communication where analog signals were used to transmit data. It was introduced in US in early 1980s and designed exclusively for voice communication. അപ്പം 1Gക്കകത്ത് നമുക്ക് അനലോഗ് സിഗ്നൽസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനലോഗ് സിഗ്നൽസ് ആയിരുന്നു ഈ 1Gക്കകത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് US-ൽ 1980s ഇതെന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് 1G ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1980s US-ലായിരുന്നു ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഓൾസോ ഫസ്റ്റ് ജനറേഷൻ ബിഗിൻസ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടു-വേ റേഡിയോസ് and continued through the emergence of mobile phones. Some characteristics of 1G communication are speed up to 2.4 kbps, poor voice quality, large phones with limited battery life, last one no data security. So the characteristics of 1G communication are speeds up to 2.4 kbps, poor voice quality, large phones with limited battery life and no data security. Next one is second generation or 2G. 2G refers to the second generation of mobile telephony which is used in digital signals for the first time. It was launched in Finland in 1991 and used GSM technology. ഇപ്പോൾ 1991 സെക്കൻഡ് ജനറേഷൻ എന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തത്. എവിടെ ആയിരുന്നു? ഫിൻലാൻഡിലായിരുന്നു ലോഞ്ച് ചെയ്തത്. 1991 GSM ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. The main difference between 1G and 2G is that the radio signals that 1G networks are used
analog, while 2G networks are used in digital. Some prominent characteristics of 2G communications are data speeds up to 64 kbps, text and multimedia message is possible, better quality than 1G. അപ്പം 1Gയുടെ ഡ്രോബാക്സ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ടായിരുന്നു എന്ത് വന്നത് 2G വന്നത്. അപ്പോൾ 2Gയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഡേറ്റ സ്പീഡ് എന്ന് പറയുന്നത് 64 kbpsഉം ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റും അതുപോലെ തന്നെ മൾട്ടിമീഡിയ മെസ്സേജിങ് പോസിബിൾ ആയിരുന്നു. പിന്നെന്താണ് 1Gയെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലുമായിരുന്നു. GPRS has a layer. GPRS came after the development of the global system for mobile service, which is classified as 2G technologies. GPRS could provide data rates from 54 kbps up to 115 kbps. Next one is a 2.5G, that means second to third generation bridge. In the world of cell phones, 2.5G wireless technology was a stepping stone that bridged second generation wireless technology and third generation wireless technology. 2.5G describes the state of wireless technology and capability usually associated in general packet radio services, that means GPRS, that is between the second and third generation of wireless technology. GPRS is a service commonly associated with 2.5G technology. അപ്പം സെക്കൻഡ് ജനറേഷൻ്റെയും തേർഡ് ജനറേഷൻ്റെയും ഇടയ്ക്കുള്ളതായിരുന്നു എന്തെന്ന് പറയുന്നത് 2.5 ജനറേഷൻ എന്ന് പറയുന്നത്, അതായത് 2.5G എന്ന് പറയുന്നത്. 2.5Gക്കകത്ത് യൂസ് ചെയ്തതായിരുന്നു GPRS, ദാറ്റ് മീൻസ് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ് യൂസ് ചെയ്തിരുന്നത് എവിടെയായിരുന്നു 2.5Gക്കായിരുന്നു. The term 2.5G is sometimes used to refer the GPRS, which is a wireless data standard used on GSM networks, and it was the first step in the evolution of 3G technology. അപ്പോൾ ഇതായിരുന്നു 3G ടെക്നോളജിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. When GPRS technology was introduced, it enabled web browsing, email services, and fast upload or download speeds. 2G with GPRS is also referred as a 2.5G, a step short of next mobile generation. അതായത് ഈ GPRS ടെക്നോളജി 2.5Gക്കകത്തായിരുന്നു GPRS ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഈ GPRS ടെക്നോളജി വന്നതോട് കൂടിയിട്ട് നമുക്ക് വെബ് ബ്രൗസിങ് അതുപോലെ തന്നെ ഇമെയിൽ സർവീസസ് ഫാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളയും ഡൗൺലോഡ് ചെയ്യാനുള്ള സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, വളരെ കൂടി. എന്ത് വന്നപ്പോഴേ 2.5G വന്നതോട് കൂടിയിട്ട്. കാരണം എന്താണ്, GPRS ടെക്നോളജി എന്ത് യൂസ് ചെയ്യുന്നുണ്ട് 2.5Gക്കകത്ത് GPRS ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടിയത്. GPRS മീൻസ് എന്തായിരുന്നു, ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. ബിഫോർ മേക്കിംഗ് ദ മേജർ ലീപ്പ് ഫ്രം 2G to 3G വയർലെസ് നെറ്റ്വർക്ക്സ്, the lesser known 2.5G and 2.75G was an interim standard that bridged the gap. So 2.5G was the stepping stone that bridged in second generation wireless technology and also third generation wireless technology. Today's assignment question is define generations of communication. First one 1G, second one 2G, third one is 2.5G. ബാക്കിയുള്ള ജനറേഷൻസ് ഒക്കെ നെക്സ്റ്റ് ലെക്ചറിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.